ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ബിസിനസ് പ്ലാൻ പ്രസന്റേഷനിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്താണെന്നും എന്താണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഫ്യൂച്ചർ മിഷൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അറിയാനുള്ളത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് നമുക്ക് എന്തെല്ലാം തരുന്നു, ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ കസ്റ്റമർ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രിവിലേജ് കസ്റ്റമർ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് തരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞ www.hirich.in എന്നത് ഹൈറിച്ചിൻ്റെ വെബ്സൈറ്റ് ആണ്. ഫ്യൂച്ചറിൽ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ ഒരുപാട് ഇൻകങ്ങൾ, ഏകദേശം 10 ടൈപ്സ് ഓഫ് ഇൻകം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ്, വരുമാന മാർഗങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് സെൽഫ് പർച്ചേസ് ബെനിഫിറ്റ് ആണ്. അതായത് ഹൈറിച്ചിൻ്റെ സാധാരണ കസ്റ്റമർക്ക്, പ്രിവിലേജ് കസ്റ്റമർ ആണെന്നില്ല, സാധാരണ ഒരു കസ്റ്റമർക്ക് ഫ്രീ ആയി രജിസ്റ്റർ ചെയ്യുന്ന യൂസർ ഐ ഡി പാസ്വേഡുള്ള ഏതൊരു കസ്റ്റമർക്കും സെൽഫ് പർച്ചേസ് ബെനിഫിറ്റ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ തരുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ പ്രിവിലേജ് കസ്റ്റമർ ആയി കഴിഞ്ഞാൽ, ഹൈറിച്ചിൻ്റെ പ്രിവിലേജ് കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞ ഒരു 700 രൂപ കാറ്റഗറി ഉണ്ട്. ആ ഒരു 700 രൂപയുള്ള ഫസ്റ്റ് പർച്ചേസിന് മിനിമം 700 തൊട്ട് 2000-ഓളം രൂപ വരുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഫസ്റ്റ് പർച്ചേസ് കാറ്റഗറിയിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ ഒരു പ്രിവിലേജ് കസ്റ്റമർ ഐ ഡിയാണ് തരുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാനുള്ള ഒരു അവസരം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ പ്രിവിലേജ് കസ്റ്റമറായ വ്യക്തികൾക്ക് മാത്രമേ ബാക്കി പറഞ്ഞ ഈ 10ഓളം ഇൻകങ്ങൾ തരുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞാൻ പറയുന്നത്, ഫസ്റ്റ് വന്നത് റീപർച്ചേസ് ഇൻകമാണ്. പിന്നെ ഫസ്റ്റ് പർച്ചേസ് ഇൻകം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻകം, സ്റ്റോർ ഇൻകം, സ്റ്റോർ റെഫറൽ കമ്മീഷൻ, ഗ്രോസറി സ്റ്റോർ ഇൻകം, പിന്നെ അതും കൂടാതെ വെയർഹൗസസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരം, വെയർഹൗസ് റെഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇൻകം, പിന്നെ പ്രൊഡക്റ്റ് സെല് ചെയ്യാനുള്ള അവസരം. ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് എന്തായിക്കോട്ടെ അത് ലീഗലായി GST കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ സെല് ചെയ്യാനുള്ള അവസരം. അതുകൂടാതെ ഓഫേഴ്സ് ആൻഡ് റിവാർഡ്സ്, ഒരുപാട് കളക്ഷൻസ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ ഇന്നും ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്, ഹൈറിച്ചിൻ്റെ മാത്രം കളക്ഷൻസ് ആയിട്ട്. പിന്നെ അതുകൂടാതെ റിവാർഡ്സ്, കമ്പനിയുടെ ഓഫേഴ്സ്, ഒരുപാട് കാര്യങ്ങൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നമുക്ക് തരുന്നുണ്ട്. അതിനുമപ്പുറം 10ാമത് ലാസ്റ്റായിട്ട് ഞാൻ ഈ പ്ലാൻ പ്രസന്റേഷൻ കഴിയുന്ന സമയത്ത് ഞാനൊരു കാര്യം പറയും. ആ ഒരു കാര്യമാണ് അല്ലെങ്കിൽ ആ ഒരു ഓഫറാണ് അല്ലെങ്കിൽ ആ ഒരു ഇൻകമാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ ഏറ്റവും വലുത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഏതായാലും ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ വേണ്ടി നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ സെൽഫ് പർച്ചേസിംഗ് എന്ന് പറയുന്നത് ഒന്നാമത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സെൽഫ് പർച്ചേസിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ കസ്റ്റമർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ വീട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. വീട്ടിൽ എത്തിയതിനു ശേഷം നമ്മൾ കാശ് കൊടുത്താൽ മതി. ക്യാഷ് ഓൺ ഡെലിവറി സർവീസാണ്. എല്ലാം സുതാര്യമായ ഒരു അടിപൊളി ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്ലസ് ഒരു ഓൺലൈൻ സർവീസ് കൂടെയാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്നുള്ളതാണ്. അപ്പോൾ സെൽഫ് പർച്ചേസ് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ 2% to 75% വരെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നമുക്ക് ഡിസ്കൗണ്ട് തരുന്നുണ്ട്. പല പ്രൊഡക്ട്സിനും പല ഡിസ്കൗണ്ടാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടെക്സ്റ്റൈൽ കൂടാതെ ഗ്രോസറിയിൽ തന്നെ നമുക്ക് ഏറ്റവും വില കുറവിൽ കിട്ടുന്നത് പയർവർഗ്ഗങ്ങളാണ്. കൂടാതെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലുള്ള ബ്രാൻഡുകൾ, എല്ലാ ബ്രാൻഡും അവൈലബിൾ ആണ്. ലെക്സ്, കോൾഗേറ്റ്, ക്ലോസപ്പ്, ചന്ദ്രിക, നമ്മൾ ഏത് ബ്രാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ബിഗിനിങ് ആണ്. ഒരുപാട് ബ്രാൻഡുകൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 1-2 വർഷം കഴിയുമ്പോൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ പിൻ ടു പ്ലേ നമുക്ക് അവൈലബിൾ ആവും. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു സെൽഫ് പർച്ചേസ് ബെനിഫിറ്റ്, വിലകുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ വീട്ടിലിരുന്ന് വാങ്ങാനുള്ള അവസരം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇനി പ്രിവിലേജ് കസ്റ്റമേഴ്സ്. ഓക്കെ, വാട്ട് ഈസ് റീപർച്ചേസ് ഇൻകം? റീപർച്ചേസ് ഇൻകം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈറിച്ചിൻ്റെ സാധാരണ കസ്റ്റമർ ആയാൽ പോരാ, പ്രിവിലേജ് കസ്റ്റമറായി മാറണം. പ്രിവിലേജ് കസ്റ്റമർ ആവാനുള്ള ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, നമുക്കൊരു സ്പോൺസർ ഉണ്ടെങ്കിൽ ഒരു സ്പോൺസർ നമുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രീ ആയിട്ട് ഒരു ID ക്രിയേറ്റ് ചെയ്യാം, ഒരു യൂസർ ID ആൻഡ് പാസ്വേഡ്. ഈ ഒരു ID വെച്ച് നമ്മൾ ഓൾറെഡി സെൽഫ് പർച്ചേസിംഗ് ഇൻകം നമുക്ക് ലഭിക്കുന്നു, വില കുറവ് ലഭിക്കുന്നു. ഇൻകം എന്ന് പറയുന്നത് അവിടെ വില കുറവാണ്. നെക്സ്റ്റ് റീപർച്ചേസ് ഇൻകം നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കസ്റ്റമറായ ഈ ഒരു IDയെ പ്രിവിലേജ് കസ്റ്റമറായിട്ട് മാറ്റുന്നു. പ്രിവിലേജ് കസ്റ്റമർ ആവാൻ ഇവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. ജസ്റ്റ് ഏറ്റവും ചെറുത്
800 രൂപ, 750 പ്ലസ് 50 കൊറിയർ ചാർജ്, 800 രൂപ മുതൽ ഇപ്പോൾ ഏകദേശം 2000 രൂപ വരെയുള്ള പ്രൊഡക്ട്സുകൾ അവൈലബിൾ ആണ് ഹൈൽസോൺ ഷോപ്പിൽ. ഏകദേശം 25-30ഓളം പ്രൊഡക്ട്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് ഒറ്റ തവണ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഹൈൽസോൺ ഷോപ്പിൽ ആജീവനാന്ത കസ്റ്റമറാണ്. ഇടക്കിടക്ക് പോയി പുതുക്കേണ്ട ഒരു ആവശ്യം കൂടെ വരുന്നില്ല. ആജീവനാന്ത കസ്റ്റമറാണ് ഹൈൽസോൺ ഷോപ്പിൽ. ഈ 200 രൂപ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് ഹൈൽസോൺ ഷോപ്പിൽ ഒരു പ്രൊഡക്റ്റ് ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് തരുന്നുണ്ട്. നമുക്ക് ചൂസ് ചെയ്യാനുള്ള അവസരം ഹൈൽസോൺ ഷോപ്പിൽ തരുന്നുണ്ട്. പക്ഷെ ഇത് ജസ്റ്റ് ഒരു എൻട്രി മാത്രമാണ്. ഈ എൻട്രി അതായത് ഹൈൽസോൺ ഷോപ്പിയുടെ ബിസിനസ് അവസരത്തിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് ഹൈൽസോൺ ഷോപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു തുകയല്ല ഇത്. ഇതിലേക്ക് വരുന്ന ഒരു എൻട്രി, അതിന് കമ്പനി ഒരു പ്രൊഡക്റ്റ് ഗിഫ്റ്റ് ആയി തരുന്നു, പ്ലസ് നമുക്കൊരു വലിയ ബിസിനസ് അവസരം ഹൈൽസോൺ ഷോപ്പിൽ തരുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, അപ്പോൾ ഈ ഒരു റീപർച്ചേസിങ് നമുക്ക് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്കറിയാം റീപർച്ചേസിങ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ റീപർച്ചേസ്, വീണ്ടും പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് ഹൈൽസോൺ ഷോപ്പിലുള്ളത്. ഓക്കെ, നമ്മളൊരു കസ്റ്റമറാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു കസ്റ്റമർ ആണെങ്കിൽ, ഒരു വില്ലേജ് കസ്റ്റമർ ആണെങ്കിൽ, ഒരു 200 രൂപയുടെ പർച്ചേസ് ചെയ്തു, എന്നോട് ഈ ഒരു ബിസിനസ് അവസരം ഷെയർ ചെയ്തു. ഹൈൽസോൺ ഷോപ്പിൽ എല്ലാ പ്രോഡക്ട്സും അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലെക്സസ്, കോൾഗേറ്റ്, ക്ലോസപ്പ് ഇതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനൊരു സോപ്പ് വാങ്ങി, ഏകദേശം 20 രൂപ കടയിൽ വിലയുള്ള ഒരു ലെക്സസ് എന്ന് പറയുന്ന സോപ്പ്, അല്ലെങ്കിൽ ക്യൂട്ടി സോപ്പ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന ബ്രാൻഡുകളാണ്. ഈ ക്യൂട്ടി അല്ലെങ്കിൽ ലെക്സസ് എന്ന് പറയുന്ന ഈ ഒരു സോപ്പ് ഹൈൽസോൺ ഷോപ്പിൽ നമുക്ക് വരുന്നത് ഏകദേശം 18 രൂപക്ക് താഴെയാണ് ഹൈൽസോൺ ഷോപ്പിൽ നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ആസ് എ കസ്റ്റമർ എന്നെ പരിചയപ്പെടുത്തിയ നിങ്ങൾ എനിക്ക് തരുന്നത് ഏറ്റവും വലിയ അവസരമാണ്. ഓക്കെ, ഈ ഒരു അവസരം നമുക്ക് തരുമ്പോൾ ഹൈൽസോൺ ഷോപ്പിൽ ഡിസ്കൗണ്ട് തന്നു, പ്ലസ് അതിൽ നിന്നും 1 രൂപ ഹൈൽസോൺ ഷോപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് ഓണേഴ്സ്, അതായത് നമ്മൾ പരിചയപ്പെടുത്തിയ ആളുകൾക്ക്, ഇവിടെ ഇടനിലക്കാർക്ക് പോകുന്ന അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിനും റീറ്റെയിലേഴ്സിനൊക്കെ പോകുന്ന ക്യാഷിന്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് ആരാണോ റെഫർ ചെയ്യുന്നത് അവർക്ക് ഹൈൽസോൺ ഷോപ്പിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഈ 1 രൂപ എന്നുള്ളത് നിങ്ങൾക്കും നിങ്ങൾ പരിചയപ്പെടുത്തിയ 17 ആളുകൾക്കും അവകാശപ്പെട്ടതാണ്. ഹൈൽസോൺ ഷോപ്പിൽ തരും, അത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ചിന്തിച്ചു നോക്കേണ്ടത്, നമ്മളിവിടെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു സോപ്പോ ഒരു പ്രൊഡക്റ്റ് അല്ല അവിടെ പർച്ചേസ് ചെയ്യുന്നത്, ഒരുപാട് പ്രൊഡക്ട്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 6000 രൂപയ്ക്ക്, ഓക്കെ, 6000 റുപ്പീസിന് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഹൈൽസോൺ ഷോപ്പിൽ ആസ് എ കസ്റ്റമർ ഇവിടെ ഡിസ്കൗണ്ട് തരുന്നുണ്ട്. ഓക്കെ, ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം എൻ്റെ ഒരു കാൽക്കുലേഷൻ ഞാനിവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 2 to 75%, അത്ര ഒന്നും കൂട്ടണ്ട, ഒരു 10% ഡിസ്കൗണ്ട് കിട്ടിയാൽ പോലും 600 രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. 600 × 12 ഒരു വർഷത്തേക്ക് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 7200 രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, ഒരു ആവറേജ് പർച്ചേസ്. ഇതിൻ്റെ പകുതി പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഏകദേശം 3000 രൂപയിലധികം, 3500 രൂപയിലധികം സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഹൈൽസോൺ ഷോപ്പിൽ. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാണ് റീപർച്ചേസിംഗ് തരുന്നത് എന്നുള്ളതാണ്. ഓൾറെഡി 6000 രൂപയ്ക്ക് പർച്ചേസ് ഞാൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡിസ്കൗണ്ട് കിട്ടി. എന്നെ പരിചയപ്പെടുത്തിയ നിങ്ങൾക്ക് ഹൈൽസോൺ ഷോപ്പിൽ ബിസിനസ് വോളിയം മാറ്റി വെച്ചു. ഒരു ആവറേജ് ഹൈൽസോൺ ഷോപ്പിൽ മാറ്റി വെക്കുന്നത് 5%. എൻ്റെ ഒരു കാൽക്കുലേഷനാണ്. ചിലത് 4 ഉണ്ടാവും, ചിലത് 10% വരെ വരാറുണ്ട്. ഒരു ആവറേജ് മാത്രമാണ് ഞാനിവിടെ കൂട്ടിയിട്ടുള്ളത്. ആവറേജ് 5%-ൽ നിന്നും ഫുള്ളായിട്ട് നമുക്ക് കമ്പനി തരുന്നില്ല. അതിൽ 50% ഡയറക്റ്റ് സ്പോൺസർ ചെയ്ത നിങ്ങൾക്കാണ് തരുന്നത്. ആരാണ് സ്പോൺസർ ചെയ്തത് അവർക്കാണ് 50% മാക്സിമം തരുന്നത്. നമ്മൾ ഒരുപാട് കോൺസെപ്റ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സാധാരണ നമുക്കല്ല, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ള ഇൻകം കൂടുതൽ കിട്ടാറുണ്ട്, ഒരുപാട് വലിയ ലീഡേഴ്സിനാണ് ഇൻകം കിട്ടാറ്. പക്ഷേ ഇവിടെ ഹൈൽസോൺ ഷോപ്പിൽ തരുന്നത് മാക്സിമം ആരാണ് എഫേർട്ട് ഇടുന്നത് അവർക്ക് കൂടുതൽ ബെനിഫിറ്റ് തരുന്നത്. ബാക്കി 50% മാത്രമേ 17 ആളുകൾക്ക് ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. അതായത് നിങ്ങൾ സ്പോൺസർ ചെയ്തൊരു വ്യക്തി, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ സെക്കൻഡ് ലെവൽ മെമ്പറാണ്. ഫസ്റ്റ് ലെവലിലാണ് നിങ്ങളുള്ളത്, സെക്കൻഡ് ലെവലിലാണ് ഞാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് ലെവൽ മെമ്പർ ആയിട്ടുള്ള അദ്ദേഹത്തിനും ഒരു 15% ഹൈൽസോൺ ഷോപ്പിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു കാൽക്കുലേഷനിലാണെങ്കിൽ ഈ 5% എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ 300 BV അല്ലെങ്കിൽ 300 രൂപ, 1 രൂപ ഈസ് ഈക്വൽ ടു 1 BV. 300 രൂപ മാറ്റി വെച്ചു. കമ്പനിയുടെ ഭാഷയിൽ 300 BV ആണെന്ന് മാത്രം. ഓക്കെ, 300 രൂപ മാറ്റി വെച്ചു.
അതിന് 50% ആർക്ക് തന്നു? എന്നെ റെഫർ ചെയ്ത് നിങ്ങൾക്ക് തന്നു. 150 രൂപ ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പിൽ നിങ്ങൾക്ക് തന്നെങ്കിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയ ആളുകളൊന്നും അറിയുന്നില്ല എങ്കിൽ പോലും ആളുടെ അക്കൗണ്ടിലേക്ക് ഒരു 45 രൂപ ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പിൽ കൊടുക്കും. കാരണം ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പിന്റെ സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയ ആളെ പരിചയപ്പെടുത്തിയ വ്യക്തിയുണ്ട്, അദ്ദേഹത്തൊന്നും അറിയുന്നില്ല, സ്പോൺസറാണ്, ജസ്റ്റ് സ്പോൺസർ ചെയ്ത് പോയി എന്ന് മാത്രം. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹത്തിന് ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പിൽ 10% കൊടുക്കും. അദ്ദേഹത്തെ റെഫർ ചെയ്ത ആൾക്കോ 5% കൊടുക്കും, 15 രൂപ ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പിൽ കൊടുക്കും. ഇങ്ങനെ ഏകദേശം 18 ആളുകൾക്ക് 18 ലെവലുകളിലായിട്ട് ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പിൽ ഒരു ഫാമിലി പർച്ചേസ് ചെയ്യുമ്പോൾ 18 ആളുകൾക്ക് ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്? റീപർച്ചേസിംഗ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കുക, ഈ ഒരു അവസരത്തിൽ നമുക്കിപ്പോൾ ലോക്ക്ഡൗൺ പീരീഡ് ആണ്, പക്ഷെ എങ്കിൽ പോലും ഒരാളോട് നമ്മൾ റെഫർ ചെയ്യാൻ തയ്യാറായാൽ ഒരു 100 രൂപ 150 രൂപ കിട്ടിയാൽ പോലും ഒരു 10 പേരോട് നമ്മൾ റെഫർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക, 150 × 10 1500 രൂപ ഒരു വീട്ടിലെ കറണ്ട് ബില്ലും അതര എക്സ്പെൻസും പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു അവസരത്തിൽ ഇത് ധാരാളമാണ്. ചിന്തിച്ചു നോക്കി, എത്ര ചിന്തിച്ചാൽ മതി, വലിയൊരു എമൗണ്ട് ഒന്നും ചിന്തിക്കേണ്ട. ജസ്റ്റ് ഒരു 10 പേർക്ക് റെഫർ ചെയ്തപ്പോൾ 1500 കിട്ടി. സ്വാഭാവികമായിട്ടും 1-2 മാസം സമയം എടുത്തിട്ട് ഇത് 100 പേർക്ക് റെഫർ ചെയ്താൽ 15000 രൂപ വേണ്ട, ഇതിന്റെ 50% കിട്ടിയാൽ പോലും 7500 രൂപ. ഒരു നല്ല കുടുംബം നല്ല രീതിയിൽ കഞ്ഞി കുടിച്ചു പോകാൻ അല്ലെങ്കിൽ അരി വാങ്ങി പോകാൻ ഇത് ധാരാളം. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. വലിയൊരു ബിഗ് എമൗണ്ടിന്റെ കളൊന്നും പറയേണ്ട ആവശ്യമില്ല ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പിൽ. പക്ഷേ ഇവിടെ എല്ലാ ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പിലും ബിസിനസ് വരുന്നത് ആസ് എ കസ്റ്റമർ അല്ലെങ്കിൽ ആസ് എ പ്രിവിലേജ് കസ്റ്റമർ. നമ്മുടെ ഗോൾ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. നമ്മൾ പറയാൻ പോകുന്നത് ഈ 10 വ്യക്തികൾക്കും ഇതേ അവസരമുണ്ട്. ഇവർ ജസ്റ്റ് 10 മെമ്പേഴ്സിനോട് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ലെവലിൽ, നിങ്ങളുടെ സെക്കൻഡ് ലെവലിൽ വരുന്നത് 100 മെമ്പേഴ്സാണ്. ഈ 198 ആളുകളെ നമുക്ക് പരിചയമില്ല. പക്ഷെ എങ്കിൽ പോലും ഇവരെന്ത് വാങ്ങിക്കഴിഞ്ഞാലും ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പിൽ നമ്മളോട് തരാന്ന് പറയുന്നത് 15%. അവർ ഓൾറെഡി പർച്ചേസ് ചെയ്യുന്നു. അവർ പർച്ചേസ് ചെയ്തത് ഇതേ പർച്ചേസ് ആണെങ്കിൽ 45 രൂപ വെച്ചിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടിയാൽ 4500 രൂപ ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പിൽ നമുക്ക് റീപർച്ചേസ് ഇൻകത്തിൽ സെക്കൻഡ് ലെവലിലാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഈ 4500 ഈ ജസ്റ്റ് ഈ 1500 കൂട്ടിയാൽ പോലും നമുക്ക് കിട്ടുന്നത് 6000 രൂപയാണ്. പക്ഷെ ഇവിടെയല്ല ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പിന്റെ ഡെപ്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പിന്റെ ഡെപ്ത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കൂട്ടിയാൽ മതി. ജസ്റ്റ് ഇവർ ജസ്റ്റ് ഒരു 10 പേർക്ക് റെഫർ ചെയ്തു. 10 എന്ന് പറയുമ്പോൾ 100 × 10 1000 മെമ്പേഴ്സ് നമുക്ക് എന്തിൽ വന്നു? സെക്കൻഡ് ലെവലിൽ വന്നു. ഈ സെക്കൻഡ് ലെവലിൽ തേർഡ് ലെവലിൽ വന്നു. ഈ തേർഡ് ലെവലിൽ വരുന്ന 1000 മെമ്പേഴ്സ് എന്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പിൽ 10% മാറ്റി വെക്കും, 30 രൂപയെ മാറ്റി വെക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ 30000 രൂപയാണ് ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പിൽ നമുക്ക് തേർഡ് ലെവലിൽ തരുന്നത്. ചിന്തിച്ചു നോക്കുക, ഇതിന്റെ അവസരം എന്ന് പറയുന്നത് എത്രമാത്രം വലുതാണെന്നുള്ളത്. ഞാൻ 3 ലെവലേ പറഞ്ഞിട്ടുള്ളൂ. ഇത് 18 ലെവലെത്തുമ്പോൾ എത്ര കോടി രൂപ ചെയ്യാനുള്ള അവസരം ഉണ്ട്. ജസ്റ്റ് 4ാമത്തെ ലെവൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ 1.5 ലക്ഷം രൂപയാണ് 4ാമത്തെ ലെവലിൽ കിട്ടുന്നത്. 5ാമത്തെ ലെവൽ നോക്കിയപ്പോൾ 7 ലക്ഷം രൂപയാണ് ഇതേ കാൽക്കുലേഷനിൽ പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അടുത്ത ലെവൽ നോക്കിയപ്പോൾ 75 ലക്ഷമാണ്. 8ാമത്തെ ലെവൽ നോക്കിയപ്പോൾ അത് 7 കോടിയാണ്. ചിന്തിച്ചു നോക്കി, ഇത്രയൊന്നും വേണ്ട. ഇതിന്റെ 10% നമുക്ക് കിട്ടിയാൽ പോലും നമ്മൾ പരിചയപ്പെടുത്തിയ ആൾക്ക് കിട്ടിയാൽ പോലും അവരും രക്ഷപ്പെടും, നമ്മളും രക്ഷപ്പെടുന്ന ഒരു അടിപൊളി ബിസിനസ് അവസരമാണ്, അല്ലെങ്കിൽ അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ് ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പ് റീപർച്ചേസ് ഇൻകത്തിലൂടെ നമുക്ക് തരുന്നത്. ഓക്കെ, റീപർച്ചേസിന്റെ ഏറ്റവും ചെറിയൊരു കാൽക്കുലേഷൻ ഞാൻ ഇവിടെ പറയാം. ഇത്രേ ഉള്ളൂ. നമ്മൾ 2 പേരോട് റെഫർ ചെയ്തു. ഈ 2 പേര് ഒരു നമ്മളെന്ന വ്യക്തി 2 പേർക്ക് റെഫർ ചെയ്തപ്പോൾ ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പിൽ വന്നത് ഫസ്റ്റ് ലെവലിൽ 2 മെമ്പേഴ്സാണ്. ഇവരും ഈ 2 മെമ്പേഴ്സിനോട് റെഫർ ചെയ്താൽ സെക്കൻഡ് ലെവലിൽ നമുക്ക് 4 മെമ്പേഴ്സ് എടുക്കുന്നുള്ളൂ. തേർഡ് ലെവലിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 8 മെമ്പേഴ്സ് എടുക്കുന്നുള്ളൂ. ഫോർത്ത് ലെവലിൽ 16 വരുന്നുള്ളൂ. പക്ഷെ 18ാമത്തെ ലെവലിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ, ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 5,24,286 മെമ്പേഴ്സ് ടോട്ടൽ വരും. ഇതിൽ നിന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് 50 പൈസ കിട്ടിയാൽ പോലും 2.5 ലക്ഷം രൂപ ഇൻകം ഏൺ ചെയ്യാനുള്ള അവസരം ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പിൽ തരുന്നുണ്ട്. ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, നാളെ പിൻ ടു പ്ലെയിൻ, മൊബൈലും വാച്ചും എല്ലാം കയറി വരും.
ആ ഒരു സമയത്തിനുള്ളിൽ സ്ട്രോങ് കസ്റ്റമർ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ ആരൊക്കെ തയ്യാറായാൽ അവരെല്ലാം നാളത്തെ കോടീശ്വരന്മാരാണ്. ഇറ്റ്സ് എ ബിഗിനിങ്. നമുക്ക് കേട്ടിട്ടുണ്ട് 1000 miles ഓഫ് ജേണി ബിഗിൻസ് വിത്ത് സിംഗിൾ സ്റ്റെപ്പ്. ഹൈൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത് ചെറിയൊരു 200 സ്ക്വയർ ഫീറ്റിലാണെങ്കിൽ പോലും ഇന്ന് ഹൈൽ ഷോപ്പ് ഒരു വലിയ സംഭവമാണ്. നാളെ ഇതിലും വലിയ സംഭവമാണ്. ഞാനും നിങ്ങൾ സംഭവമായുള്ള അവസരം റീപർച്ചേസ് ഇൻകത്തിലൂടെ ഹൈൽ ഷോപ്പ് തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഹൈൽ ഷോപ്പിയുടെ റീപർച്ചേസ് ഇൻകം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ഇൻകത്തിലേക്ക് കിടക്കാം. ഹെൽസിന്റെ ഫസ്റ്റ് പർച്ചേസ്. നെക്സ്റ്റ് അടുത്തത് വന്നിട്ട് നമ്മൾ ഫസ്റ്റ് പർച്ചേസ് ഇൻകം ആണ് പറയാൻ പോകുന്നത്. റീപർച്ചേസിംഗ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് പർച്ചേസ് ഇൻകം എന്ന് പറയുമ്പോൾ ഹൈൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഹൈൽ ഷോപ്പിലേക്ക് എവിടെയും വെയർ ഹൗസ് ഇല്ല. പക്ഷെ കസ്റ്റമർ ബേസ് ആയതിനു ശേഷം മാത്രമേ ഒരു ഓൺലൈൻ ഷോപ്പിലേക്ക് വെയർ ഹൗസ് തുടങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഗ്രോസറി വെക്കാൻ പറ്റുള്ളൂ. കാരണം സാധനം ഇറക്കിയിട്ട് കസ്റ്റമർ ഇല്ലെങ്കിൽ അത് കേടുവന്ന് പോകുന്ന സാധനങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ ഹൈൽ ഷോപ്പ് കസ്റ്റമർ ക്രിയേഷന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. കാരണം ഹൈൽ ഷോപ്പ് സാലറി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു സാലറിക്കുള്ള വർക്കേഴ്സ് മാത്രമാവും. പക്ഷേ ഇവിടെ ഒരു കമ്മീഷൻ നമ്മൾ എത്ര ഏൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അത്ര ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഹൈൽ ഷോപ്പ് നമുക്ക് തന്നു. ആ ഒരു അവസരമാണ് നമുക്ക് ഫസ്റ്റ് പർച്ചേസ് ഇൻകം. നമ്മളാണ് തീരുമാനിക്കുന്നത് എത്ര ഏൺ ചെയ്യണം. നമ്മൾ അവിടെ പറഞ്ഞു നമ്മളൊരു 800 രൂപയുടെ ഒരു ഫസ്റ്റ് പർച്ചേസ് ചെയ്തു. അതിന് നമുക്കൊരു പ്രൊഡക്റ്റ് ഗിഫ്റ്റ് ആയിട്ട് തന്നു. പക്ഷെ ഈ ഒരു ഗിഫ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? പ്രിവിലേജ് കസ്റ്റമറായ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വേണമെങ്കിൽ ബെഡ്ഷീറ്റ് ആവാം, അല്ലെങ്കിൽ ഗലങ്ക ടീ ആവാം, സിബത്തും ജ്യൂസ് ആവാം, മൾട്ടിബെറി ജ്യൂസ് ആവാം, അതല്ല അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തു. ആ പ്രൊഡക്റ്റ് നമ്മൾ 2 പേർക്ക് റെഫർ ചെയ്തു. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഹൈൽ ഷോപ്പിൽ നമ്മൾ 2 പേർക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ പോലും ഹൈൽ ഷോപ്പിൽ പെയർ മാച്ചിങ് ബോണസ് ആയിട്ട് ഒരു ജോഡി മാച്ച് ചെയ്യുമ്പോൾ 200 രൂപ കമ്മീഷൻ തരും. അതായത് നമ്മുടെ പ്ലേസ്മെന്റ് വരിക ലെഫ്റ്റ് റൈറ്റ് ആയിട്ടാവും. ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്ന ഈ 2 വിങ്ങിലൂടെയാണ് ഹൈൽ ഷോപ്പിൽ നമുക്ക് ഇൻകം കൊടുക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും നിങ്ങൾ എന്ന വ്യക്തി ഈ എന്നോട് പറഞ്ഞു, ഷബീബ് എന്ന് പറയുന്ന എന്നോട് പറഞ്ഞു, ഈ സഹീർ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിനോട് റെഫർ ചെയ്തു. കൂട്ടുക, ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ 2 പേർക്ക് ബിസിനസ് ഹൗസിൽ ഒന്ന് റെഫർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് 200 രൂപയാണ്. ഒന്ന് റെഫർ ചെയ്യാൻ തയ്യാറായാൽ മതി. ഞങ്ങൾ റീപർച്ചേസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഇൻകം 50% ബിസിനസ് ഓഡിയത്തിന് 50% റീപർച്ചേസ് ഇൻകം ലഭിക്കും. പ്ലസ് എക്സ്ട്രാ ഞങ്ങളെ കസ്റ്റമർ ക്രിയേഷൻ പ്രിവിലേജ് കസ്റ്റമർ ക്രിയേഷൻ ചെയ്തപ്പോൾ ഈ ഒരു ഇൻകം ലഭിക്കും. ഓക്കെ, പക്ഷേ ഞങ്ങൾക്കും ഇതേ അവസരം ഹൈൽ ഷോപ്പിൽ തരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളും ഇത് മറ്റുള്ളവർക്ക് റെഫർ ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾക്കുണ്ട് ലെഫ്റ്റും ഞങ്ങൾക്കുണ്ട് റൈറ്റും. മാക്സിമം മെമ്പേഴ്സ് ഞങ്ങൾ എത്തിക്കും. കാരണം ഇത് ഒരു വലിയൊരു അവസരമാണ്. ഞാൻ 2 പേർക്ക് റെഫർ ചെയ്തു. മിസ്റ്റർ ഷഹീർ ഭായി 2 പേർക്ക് റെഫർ ചെയ്തു. ഞാൻ റെഫർ ചെയ്തപ്പോൾ എനിക്ക് 200 കിട്ടി. അദ്ദേഹം റെഫർ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് 200 കിട്ടി. ക്ലിയർ? സ്വാഭാവികമായിട്ടും നിങ്ങളിപ്പോൾ ഞങ്ങളത് സപ്പോർട്ട് ചെയ്തു. ഈ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഇത് അവസരം തന്നതിന്റെ പേരിൽ കമ്പനിയുടെ സോഫ്റ്റ്വെയർ ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം ഒരു ജോഡി മാച്ച് ചെയ്തു, 200 രൂപ തന്നു. ഇപ്പൊ സോഫ്റ്റ്വെയർ ചെക്ക് ചെയ്തപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് 2 ജോഡിയാണ് മാച്ച് ചെയ്തിട്ടുള്ളത്. 2 ജോഡി മാച്ച് ചെയ്ത് ഹൈൽ ഷോപ്പിൽ 200 എന്നെടുത്ത് 400 രൂപയാണ് ഹൈൽ ഷോപ്പിൽ നമുക്ക് തരുന്നത്. 400 rupees. അതായത് പാസീവ് ഇൻകം. നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ ടീം വർക്കിലൂടെ കിട്ടുന്ന ഇൻകമാണ് ഹൈൽ ഷോപ്പിൽ ഇതിലൂടെ തരുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കുക, ഈ 3 പേർക്കും ഇതേ അവസരമുണ്ട്, ഈ 3 പേർക്കും ഇതേ അവസരമുണ്ട്. ഈ 3 പേരും ഒരുമിച്ച് ഒരു 10 പേർക്ക് റെഫർ ചെയ്തപ്പോൾ ഈ ഒരു 3 പേരും ഒരുമിച്ച് ഒരു 20 പേർക്ക് റെഫർ ചെയ്തു. സ്വാഭാവികമായിട്ട് ഹൈൽ ഷോപ്പിയുടെ സോഫ്റ്റ്വെയർ പിറ്റേ ദിവസം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 10 ജോഡി മാച്ച് ചെയ്യുന്നത് എവിടെയാണോ കുറവ് അത് മാച്ച് ചെയ്യും. ബാക്കി വരുന്ന 10 അത് ക്യാരി ഫോർവേഡ് ആയിട്ട് അവിടെ കിടക്കും. പിന്നെ എന്നാണോ ഇവിടെ ബിസിനസ് വരുന്നത് അപ്പോൾ ഇത് തമ്മിൽ മാച്ച് ആവും. അപ്പോൾ ഇവിടെ 10 ജോഡി മാച്ച് ആയപ്പോൾ ഹൈൽ ഷോപ്പിൽ നമുക്ക് തരുന്നത് നേരത്തെ 200 400 ഓൾറെഡി ഹൈൽ ഷോപ്പിൽ തന്നു. ഇപ്പൊ 10 ജോഡി മാച്ചായി. 10 ജോഡിക്ക് ഹൈൽ ഷോപ്പിൽ നമുക്ക് തരുന്നത് 2000 rupees ആണ്. അതായത് നിങ്ങൾക്ക് തരുന്നത് 2000 rupees ആണ്. നമ്മൾ എന്താണ് ചെയ്തത്? എന്താണ് നമ്മൾ വിറ്റത്? ഒന്ന് ചിന്തിച്ചു നോക്കുക. 2 സുഹൃത്തുക്കൾക്ക് ഈ ഒരു അവസരം നമ്മൾ റെഫർ ചെയ്തപ്പോൾ ഇവർ ത്രൂ വന്ന ബിസിനസ്സിലൂടെ കപ്പാസിറ്റി ഉള്ള 2 പേർക്ക് കൊടുത്തപ്പോൾ, ഗഡ്സിലുള്ള 2 പേർക്ക് കൊടുത്തപ്പോൾ ഇത് ഈ ഒരു ബിസിനസ് 2000 രൂപയിലേക്ക് എത്തി. പക്ഷെ ഇപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ 13 മെമ്പേഴ്സാണ് നിങ്ങളുടെ ടീമിൽ ലെഫ്റ്റിലുള്ളത്. റൈറ്റിലുള്ളത് 20 + 3 23 മെമ്പേഴ്സാണ്. ഈ 23 മെമ്പേഴ്സും 13 മെമ്പേഴ്സും ഒരുമിച്ച് ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും
ഇവരെല്ലാവരും കൂടെ ഒരു ദിവസം 25 ബിസിനസ് ഇവിടെ കൊണ്ടുവന്നു, അവിടെ ഒരു 50 ബിസിനസ് വന്നു എന്ന് കൂട്ടുക. ജസ്റ്റ് കാൽക്കുലേഷൻ മാത്രമാണ്. അപ്പോൾ കമ്പനി ഹൈറിച്ച് ഷോപ്പിൽ 25 ജോഡി മാച്ച് ചെയ്യും. 25 ജോഡിയിൽ ബാക്കി 25 ക്യാരി ഫോർവേഡ് ആയിട്ട് അവിടെ കിടക്കും. 25 ജോഡിക്ക് ഹൈറിച്ച് ഷോപ്പിൽ നമുക്ക് 5000 രൂപ തരും ഒരു ദിവസം. ഹൈറിച്ച് ഷോപ്പിന്റെ ലിമിറ്റ് ആണ് 5000 രൂപ. കാരണം ഇവിടെ ഒരുപാട് പേർക്ക് ഇൻകം കൊടുക്കണം, വരുമാനം കൊടുക്കണം. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ പ്രൊഡക്ട്സിന് കമ്പനിക്ക് അത്യാവശ്യം മാർജിൻ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ മാർജിൻ കമ്പനി അല്ല എടുക്കുന്നത്, ഇത് റെഫർ ചെയ്യുന്ന ആളുകൾക്ക് വീതിച്ചു കൊടുക്കുകയാണ്, മാക്സിമം നമുക്ക് തന്നെ തിരിച്ചു തരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ദിവസം കമ്പനി 5000 രൂപ മാത്രമേ തരൂ. പക്ഷെ അവരെ 5000 എന്ന് പറയുമ്പോൾ ഒരു മാസത്തെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1.5 lakh rupees ആണ്. ചിന്തിച്ചു നോക്കുക, 1.5 ലക്ഷം രൂപ ഇന്ന് ഹൈറിച്ച് ഷോപ്പിൽ വാങ്ങുന്ന, ഇന്നത്തെ ഡേറ്റ് നമുക്ക് കാണാം 18/7/2020. ഇന്ന് വാങ്ങുന്ന ഏകദേശം 100ഓളം ആളുകൾ അല്ലെങ്കിൽ 50ഓളം ആളുകൾ റെഗുലറായിട്ട് വാങ്ങുന്നത് ഹൈറിച്ച് ഷോപ്പിൽ ഇന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ചിന്തിച്ചു നോക്കുക, ഇത്രയും വലിയൊരു അവസരം. 1.5 ലക്ഷം രൂപ ഒരു കളക്ടറുടെ ഇൻകാണ്, എത്ര വർഷത്തെ എഫേർട്ടിന്റെ റിസൾട്ടാണ് ഒരു കളക്ടർ ആവുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ജസ്റ്റ് 2 പേർക്ക് റെഫർ ചെയ്താൽ മതി. ആ 2 പേരിലൂടെ വരുന്ന ഏത് ബിസിനസ്സും നമുക്കിവിടെ ഫില്ലായി പോകണമെന്നില്ല. ഏതെങ്കിലും ഒരുത്തൻ ഇവരൊക്കെ ഡെഡായി ഏതെങ്കിലും ഒരാൾ വിചാരിച്ചു ഞാൻ ബിസിനസ് ചെയ്യണമെന്ന്, ഈ ലെഫ്റ്ററാണ് റൈറ്ററാണ് വിചാരിച്ചാൽ മതി, നമ്മുടെ പിക്ചർ മാറാം, നിങ്ങളുടെ പിക്ചർ മാറാം. ജസ്റ്റ് 5000 രൂപ ലഭിക്കാൻ നമ്മൾ ചെയ്തത് 2 പേർക്ക് റെഫർ ചെയ്യാം. മാക്സിമം മെമ്പേഴ്സിന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ മെമ്പേഴ്സും ടീം മെമ്പേഴ്സും വരും, കൂടുതൽ ഇൻകം. മാക്സിമം തരുന്നത് 5000 രൂപ, 1.5 ലക്ഷം രൂപ. പക്ഷേ ഹൈറിച്ച് ഷോപ്പിൽ തരുന്ന ഒരു ഓഫർ ഉണ്ട്. ആ ഓഫർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5000 എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ 15000 ആക്കാനുള്ള ഒരു അവസരം ഹൈറിച്ച് ഷോപ്പിൽ തരുന്നുണ്ട്. അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. 5000 എന്നുള്ളതിന് പകരം ഓക്കെ, ഹൈറിച്ച് ഷോപ്പിൽ നമുക്ക് തരുന്ന ഒരു ഓഫർ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് 800 രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നത് ഒരു ഐഡിയ ആണ്, ഒരു പ്രിവിലേജ് ഐഡിയ ആണ്. നമുക്ക് ഈ ഒരു ഐഡിയ, ഒരു പാൻ കാർഡ് ഹൈറിച്ച് ഷോപ്പിൽ ഇപ്പോൾ ഓഫർ ആയിട്ടാണ് നമുക്ക് തരുന്നത്. 3 ഐഡിയ വരെ ഒരു പാൻ കാർഡിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു പാൻ കാർഡിൽ നമ്മുടെ ബിസിനസ് ആണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് അല്ല ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് നമ്മൾ 2 രൂപ മുടക്കി വരുന്നത് 2400 രൂപ മുടക്കി വരുന്നതും തമ്മിലൊരു വ്യത്യാസം മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. ആ ഒരുപാട് കണക്ഷൻസിൽ ഞാനാണത്, പക്ഷെ നിങ്ങളാണത് എന്ന് വെച്ച് കാൽക്കുലേറ്റ് ഇമാജിൻ ചെയ്യുക. നിങ്ങൾ 3 ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, 3 നിങ്ങളാണ്. ഓക്കെ, നിങ്ങളിവിടെ 3 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 200 രൂപ ഓൾറെഡി ഒരു ജോഡി മാച്ച് ചെയ്ത് കമ്മീഷൻ ഹൈറിച്ച് ഷോപ്പിൽ തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ 2 വിങ് അല്ല ഉള്ളത്, നിങ്ങൾക്ക് 4 വിങ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, ഞാനൊരു 4 സുഹൃത്തുക്കളെ ഹൈറിച്ച് ഷോപ്പിൽ റെഫർ ചെയ്തു. ഓക്കെ, 2 പേരെ റെഫർ ചെയ്തപ്പോൾ ഹൈറിച്ച് ഷോപ്പിൽ 200 രൂപ തന്നു. പ്ലസ് ഈ 4 പേര് ചിലപ്പോൾ ഇത് 2 പേരും കൂടി വരാനുണ്ട്. ഒരാളും കൂടെ റെഫർ ചെയ്തു. എനിക്ക് മാക്സിമം കമ്മീഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ റെഫർ ചെയ്താൽ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ 400. യെസ്, 200 + 200 = 400. മാക്സിമം ഇൻകം ലഭിക്കുക ഇങ്ങനെയാണ്. നേരെ മറിച്ച് ഞാൻ ഇവിടെയാണ് സപ്പോർട്ട് ചെയ്തിട്ട് പ്ലേസ് ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെയാണ് പ്ലേസ് ചെയ്തതെങ്കിൽ എനിക്ക് കിട്ടുന്നില്ല, എൻ്റെ സുഹൃത്തിനാണ് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്തത്, എനിക്ക് മാക്സിമം ഇൻകം കിട്ടുന്ന രീതിയിൽ ഞാനിവിടെ സെറ്റ് ചെയ്തു. ടോട്ടൽ എനിക്ക് 400 രൂപ കിട്ടി. ഇതേ നിങ്ങൾ എന്ത് ചെയ്തു? 4 പേരെ റെഫർ ചെയ്തു. പക്ഷെ 4 പേരെ പ്ലേസ് ചെയ്തത് നിങ്ങളുടെ 3 ഐ ഡി ഉണ്ട്. ഈ 3 ഐ ഡി 2 ഐ ഡിയുടെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ്. നമുക്ക് അവിടെ 200 കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഐ ഡിയുടെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് ഒരു ജോഡി വന്നു, ഒരു ജോഡിക്ക് 200 കിട്ടി. ക്ലിയർ? വീണ്ടും ഇവിടെ ഒരു ജോഡി മാച്ച് ചെയ്തു, അപ്പോൾ ഇവിടെ 200 കിട്ടി. പക്ഷെ നമ്മൾ അറിയാണ്ട് നമ്മുടെ ഈ ഒരു മെയിൻ ഐ ഡിയിൽ നമ്മൾ അറിയാണ്ട് വർക്ക് ചെയ്തു, നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ അത് അറിയാതെ ഒരു റിസൾട്ട് വന്നു. ആ റിസൾട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഒരു ജോഡി മാച്ച് ചെയ്തപ്പോൾ കമ്പനി 200 തരുന്നെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് 2 ജോഡിയാണ് പുതുതായിട്ട്. ചിന്തിച്ചു നോക്കുക, 200 + 400 ടോട്ടൽ ഇവിടെ വന്ന ഇൻകം എന്ന് പറയുന്നത് 200, 400, 200 ടോട്ടൽ 1000 രൂപ ഇവിടെ കിട്ടി. അവിടെ കിട്ടിയതോ 400. നമ്മൾ ചെയ്തത് ഒരേ വർക്കാണ്, ഒരേ എഫേർട്ടാണ്. കാണേണ്ടത് 4 പേരെയാണ്. പക്ഷെ നമ്മൾ പ്ലേസ് ചെയ്തപ്പോൾ പലയിടങ്ങളിലായി പ്ലേസ് ചെയ്തു. ഒന്ന് ബുദ്ധി ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ ഹൈറിച്ച് ഷോപ്പിൽ ബിസിനസ് ചെയ്യാൻ വരുന്നവരാരും സിംഗിൾ ഐ ഡി വെച്ച് വരില്ല.
ട്രൈപോഡ് ഏറ്റവും മിനിമം ട്രൈപോഡെങ്കിലും വെക്കും. ട്രൈപോഡ് എന്നാണ് ഇതിന് പറയുക. പക്ഷെ ഹൈൽ ഷോപ്പിൽ ബുദ്ധിയുള്ള ഒരുപാട് കുറുക്കന്മാർ അല്ലെങ്കിൽ ലീഡേഴ്സ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. മാക്സിമം അവരുടെ കുടുംബങ്ങളിലെ ID തൊട്ട് താഴെ വെച്ചിട്ട് മാക്സിമം പ്രൊമോട്ട് ചെയ്യും. അതിന് ജസ്റ്റ് ഏറ്റവും ചെറിയൊരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു ഇൻകം ഞാൻ അവസാനിപ്പിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഹൈൽ ഷോപ്പിൽ നമ്മൾ വന്നു, ഒരു 800 രൂപ മുടക്കി, നമ്മൾ രണ്ടുപേരെ റെഫർ ചെയ്തതിന് പകരം നമ്മൾ നമ്മുടെ ID തന്നെ ആക്കി. യു എന്ന് പറയുന്നത് 3 ID, ടോട്ടൽ 2600 രൂപ എക്സ്പെൻസ് വന്നു. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പേരുണ്ട്, അവർക്ക് ATM കാർഡും പാൻ കാർഡ് നമ്മൾ എടുത്തു കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ കയ്യിൽ വെക്കാൻ തയ്യാറാണെങ്കിൽ ഈ അക്കൗണ്ടിലെ പൈസ മുഴുവൻ നമുക്ക് അവകാശപ്പെട്ടതാണ്. നമുക്കറിയാം, ഇങ്ങനെയാണ് നമ്മൾ ട്രീ സെറ്റ് ചെയ്തത്. 7 സൈറ്റ് ആണ് ട്രീ സെറ്റ് ചെയ്തത്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും 8 ലെഗ് നമുക്ക് ഉണ്ടാവും. നമ്മുടെ കണക്ഷൻസ് 8 80 നിൽക്കില്ല. കാരണം അത്രയും കണക്ഷൻസ് ഉള്ള ആളുകളാണ് ഞാനും നിങ്ങൾ. വാട്സപ്പോ ഫേസ്ബുക്കോ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ എത്ര ബന്ധങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. എല്ലാം നമ്മുടെ ബിസിനസ്സാണ്. റോഡിൽ ഇറങ്ങിയ കാണുന്ന ഓരോ വ്യക്തി നമ്മുടെ ബിസിനസ്സാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ ചിന്തിച്ച് നോക്കുക, 7 ID നമ്മൾ വെക്കുമ്പോൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് 5600 രൂപയാണ്. 5600 രൂപക്ക് ഹൈൽ ഷോപ്പിൽ 7 പ്രോഡക്ട്സ് നമുക്ക് തരുന്നുണ്ട്. അതിൽ അടിപൊളി പ്രൊഡക്ട്സ് ഉണ്ട്, റിസൾട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അതൊക്കെ പോട്ടെ, ഈ 5600 രൂപ നമ്മൾ മുടക്കുമ്പോൾ തന്നെ ഹെയർ ഷോപ്പിൽ നമുക്ക് എത്ര രൂപ ഇൻകം തരുന്നു എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു IDയിൽ 3 ജോഡി മാച്ച് ചെയ്യും, 600 കിട്ടും. ഈ ഒരു IDയിൽ 200 കിട്ടും. ഈ ഒരു IDയിൽ 200 കിട്ടും. ടോട്ടലായിട്ട് ഇവിടെ 1000 രൂപ നമുക്ക് തിരിച്ചു കിട്ടി 5600 നിന്ന്. ശ്രദ്ധിച്ചു നോക്കുക, 4600 രൂപ എക്സ്പെൻസ് വരുന്നുള്ളൂ. ഈ 4600 രൂപയിൽ എല്ലാ ഇൻകത്തിലും ഹൈർ ഷോപ്പിൽ 5% TDS എടുത്തിട്ടുള്ള എമൗണ്ട് ആണ് നമുക്ക് വരുന്നത്. നമ്മൾ ഇതോടുകൂടി ടാക്സ് അടക്കുന്ന ആളും കൂടി ആവുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ചിന്തിച്ചു നോക്കുക, വെറും 5600 രൂപ മുടക്കി 1000 രൂപ നമുക്ക് റിട്ടേൺ കിട്ടി. നമ്മൾ പിന്നെ നമ്മുടെ മെമ്പേഴ്സ്, നമ്മുടെ സുഹൃത്തുക്കളെ റെഫർ ചെയ്യുന്നത് ഇവിടെയാണെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഈ 7 IDയിലും ഈ 4 IDയിലും 1000 രൂപ വെച്ച് നമ്മൾ ഇൻകം വാങ്ങുന്നുണ്ടെങ്കിൽ ഈ 3 IDയിൽ നമുക്ക് എത്ര രൂപ ഇൻകം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 1000, ഇവിടെ 1000, ഇവിടെ 1000 ആണെങ്കിൽ ഇവിടെ 2000, ഇവിടെ 2000, ഇവിടെ 4000 രൂപ. നമ്മൾ വർക്ക് ഇടുന്നത് സെയിം ആണ്, എഫേർട്ടും സെയിം ആണ്. റിസൾട്ട് ഭയങ്കരമായിട്ട് മാറാൻ വേണ്ടി നമ്മൾ 7 സൈറ്റ് മാക്സിമം ലീഡേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുക, ലീഡേഴ്സിന് മാത്രം കൊടുക്കുക. ഒരു സാധാരണക്കാരൻ വരുന്നുണ്ടെങ്കിൽ അവർക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോട്ടെ, ഇല്ലെങ്കിൽ ഒരിക്കലും ഇത് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അത് എത്തിക്സിനെതിരാണ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഫസ്റ്റ് പർച്ചേസിംഗിന്റെ മാക്സിമം നമുക്ക് കിട്ടാൻ ഒരു ബെനിഫിറ്റ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഹൈൽ ഷോപ്പിൽ എങ്ങനെയാണ് നമ്മുടെ കസ്റ്റമർ ക്രിയേഷൻ നടത്തുന്നത് നമുക്കറിയാം. നമ്മൾ എല്ലാവരും കൂടെ റെഫർ ചെയ്തിട്ടാണ് ഹൈൽ ഷോപ്പിൽ കസ്റ്റമേഴ്സ് ക്രിയേഷൻ നടത്തുന്നത്. പക്ഷേ ആമസോണും ഫ്ലിപ്കാർട്ടും കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് ഡിജിറ്റലായിട്ട് കസ്റ്റമേഴ്സിന് പരസ്യം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇപ്പോൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നുണ്ടാവും പരസ്യങ്ങളാവും. ആ ഒരു പരസ്യത്തിന്റെ പുതിയ രീതിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഹൈൽ ഷോപ്പിൽ അതിനെയും ഇങ്ങോട്ട് ഏറ്റെടുത്തിട്ടുണ്ട്, അതിലും ഒരു ഇൻകം സോഴ്സ് ഹൈൽ ഷോപ്പിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ചിന്തിച്ച് നോക്കുക, ഹൈൽ ഷോപ്പിൽ ഡിജിറ്റലായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഹൈൽ ഷോപ്പിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൃശ്ശൂർ മാത്രമേ ഹൈൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ വരുന്ന കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രോഫിറ്റ്, ബിസിനസ് വോളിയം ഹൈൽ ഷോപ്പിലേക്ക് നമുക്ക് ആർക്കും തരേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ആരും റെഫർ ചെയ്തിട്ടല്ല ഹൈൽ ഷോപ്പിൽ ഈ ഒരു ബിസിനസ് വരുന്നത്. പക്ഷേ ഈ ഒരു ബിസിനസ് ഹൈൽ ഷോപ്പിൽ എന്ന ഈ ഒരു മഹാ കമ്പനി നമുക്ക് തിരിച്ചു തരികയാണ്. ആ ഒരു സിസ്റ്റമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമ്മൾ ഓൾറെഡി 800 രൂപക്ക് നമ്മളൊരു പർച്ചേസ് നടത്തുന്നുണ്ട് അല്ലേ, പ്രിവിലേജ് കസ്റ്റമർ ആവാൻ വേണ്ടിയിട്ട്. ഇതേ പർച്ചേസ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ 15000ത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഹൈൽ ഷോപ്പിയുടെ ഇപ്പോൾ ഏകദേശം 19 പ്രൊഡക്ട്സ് നമുക്ക് ഫസ്റ്റ് പർച്ചേസ് 750 കാറ്റഗറിയിൽ നിന്നും 19 പ്രൊഡക്റ്റ് നമുക്ക് ലഭിക്കും. പക്ഷേ നമ്മുടെ പ്രിവിലേജ് IDയിൽ നിന്നും ഡിജിറ്റൽ IDയിലേക്ക് മാറും. അതിന്റെ കളർ വരെ ചേഞ്ച് ആവും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ നഷ്ടം വരുന്നില്ല, പ്രൊഡക്ട്സ് ലഭിക്കുന്നുണ്ട്. പ്ലസ് ഹൈൽ ഷോപ്പിയുടെ ഡിജിറ്റലായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് എന്ത് പർച്ചേസ് ചെയ്താലും ആരൊക്കെ ഡിജിറ്റൽ ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ കമ്പനി ഈക്വൽ ആയിട്ട് ആ എമൗണ്ടിന് 50% ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പൊ ഇത്രയും വലിയൊരു അവസരം നമ്മൾ ചിന്തിച്ച് നോക്കി. ഇപ്പോൾ ഞാനടക്കം ഈ ഒരു ID ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ട്. ഒരു ആവറേജ് തൃശ്ശൂർ മാത്രം ഡിജിറ്റൽ ആക്ടിവേഷൻ ചെയ്തപ്പോൾ ഏകദേശം 400 രൂപ 410 രൂപ മന്ത്ലി പ്രോഫിറ്റ് ആയിട്ട് ആയിട്ട് തരുന്നുണ്ട്. കാരണം കച്ചവടം നടന്നാൽ മാത്രമേ തരുന്നുള്ളൂ. ചില മാസങ്ങളിൽ കുറയുകയും ചെയ്യും. കാരണം നമ്മുടെ ബിസിനസ് കൂടുമ്പോൾ കൂടും, കുറയുമ്പോൾ കുറയും.
അപ്പോൾ ബിസിനസ്സിനനുസരിച്ച് കിട്ടുന്ന ഒരു ഇൻകമാണ് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പ്ലസ് ഇത് നമ്മൾ റെഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1500 രൂപ റെഫറൽ കമ്മീഷനും നമ്മളെ പരിചയപ്പെടുത്തി 17 ആളുകൾക്ക് 1500 രൂപയാണ് നേരത്തെ പറഞ്ഞ അതേ റേഷ്യോയിൽ 50% എന്നുള്ളത് ഡയറക്റ്റ് റെഫർ ചെയ്താക്കും. ബാക്കി 50%-ന് 15%, 10%, 5% നേരത്തെ പറഞ്ഞ അതേ റേഷ്യോയിൽ ഹൈൽ ഷോപ്പിൽ ഡിവൈഡ് ചെയ്യുന്നതാണ്. ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഹൈൽ വലിയ റിവാർഡ്സും കൊടുക്കുന്നുണ്ട്. 3 പേർക്ക് റെഫർ ചെയ്ത കുമരകൻ ട്രിപ്പ്, ഊട്ടി ട്രിപ്പ്, മൊബൈൽ, വാച്ച് പ്ലസ് റോയൽറ്റി, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഹൈൽ ഷോപ്പിൽ തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഹൈൽ ഷോപ്പിയുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നെക്സ്റ്റ് വന്നിട്ട് സ്റ്റോറിംഗ് ആണ്. സ്റ്റോറിംഗ് എന്ന് പറയുന്നത് ഹൈൽ ഷോപ്പിൽ നമുക്ക് പ്രൊഡക്റ്റ് സെല് ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷേ പ്രൊഡക്റ്റ് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു റെഡിമെയ്ഡ് ബിസിനസ്സാണ്. അപ്പോൾ എന്നെ ഒരാൾ റെഫർ ചെയ്തു, എൻ്റെ ഒരു സുഹൃത്ത് റെഫർ ചെയ്തു. അപ്പോൾ ഈ എൻ്റെ പ്രൊഡക്ട്സ് ഞാൻ ഹൈൽ ഷോപ്പിൽ സെല് ചെയ്യുമ്പോൾ എനിക്കൊരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പ്ലസ് ഹൈൽ ഷോപ്പിൽ ഒരു പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ കമ്പനി കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നും ഒരു 2% ഹൈൽ ഷോപ്പിൽ കൊടുക്കുന്നത് ആരാണോ ഈ സെല്ലർ ഹൈൽ ഷോപ്പിൽ പരിചയപ്പെടുത്തി കൊടുത്തത് അവർക്കും അവരെ റെഫർ ചെയ്ത 17 ആളുകൾക്കുമാണ്. സെയിം റേഷ്യോ ആണ്. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ നല്ലൊരു പ്രൊഡക്ഷൻ എല്ലാവരും അറിയപ്പെടുന്ന ഒരു പ്രൊഡക്ഷൻ ഹൈൽ ഷോപ്പിംഗ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്ത് വിറ്റാലും നമ്മുടെ അക്കൗണ്ടിൽ 10 പൈസയായാലും 5 പൈസയായാലും 1 രൂപയായാലും പലതുള്ളി പെരുവെള്ളമായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഹൈൽ ഷോപ്പിൽ നമുക്ക് തരുന്നുണ്ട്. ഇതാണ് സ്റ്റോറിംഗ്. നെക്സ്റ്റ് വന്നിട്ട് ഗ്രോസറി സ്റ്റോർ ഇൻകം എന്ന് പറയുന്ന ഒരു ഇൻകം പ്ലാൻ ആണ്. ജസ്റ്റ് ഇത്രേ ഉള്ളൂ. ഹൈൽ ഷോപ്പിൽ ഞാൻ പറഞ്ഞു പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ അവസരം പ്ലസ് മറ്റുള്ളവർ പരിചയപ്പെടുത്താൻ അവസരം. പക്ഷെ പലർക്കും കയ്യിൽ ക്യാഷ് ഉണ്ട്, പക്ഷെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ഹൈൽ ഷോപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രോസറിയിൽ നിത്യോപയോഗ സാധനങ്ങൾ കമ്പനി ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുകയാണ്. അതിൽ പഞ്ചസാര, മല്ലി, മുളക്, പയറുവർഗ്ഗങ്ങളൊക്കെ ഡയറക്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, കുറച്ച് എമൗണ്ട് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അതിൽ കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് ഹൈൽ ഷോപ്പിൽ ഡിവൈഡ് ചെയ്ത് തരുന്നതാണ്. അതിന് നമ്മൾ ഇത്രേ ഉള്ളൂ, ജസ്റ്റ് ഒരു മിനിമം 50,000 എബോ വരുന്ന 50,000 ഗുണിതങ്ങളാണ് ഹൈൽ ഷോപ്പിൽ ഗ്രോസറി സ്റ്റോർ ഇനത്തിലേക്ക് മാറ്റി വെക്കുന്നത് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ആവറേജ് 4 to 5% ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ഇൻകം ഒന്നും കിട്ടുന്നില്ല, പക്ഷെ ഒരു ആവറേജ് ഇൻകം ഹൈൽ ഷോപ്പിൽ നല്ല രീതിയിൽ കുറെ കാലങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഗ്രോസറി സ്റ്റോർ ഇൻകം. ഇത് നമ്മൾ റെഫർ ചെയ്യുകയാണെങ്കിൽ ഹൈൽ ഷോപ്പിൽ നമുക്ക് 10% റെഫറൽ കമ്മീഷനും പ്ലസ് അത് കൂടാതെ അവരുടെ മാസം എത്രയാണോ അവരുടെ പ്രോഫിറ്റ് ഹൈൽ ഷോപ്പിൽ ഈ മാസം എത്രയാണോ കൊടുത്തത് അതിൻ്റെ ഒരു 10% റെഫർ ചെയ്ത ആളുകൾക്കും ബാക്കി 10% അവരെ റെഫർ ചെയ്ത് 17 ആളുകൾക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു അടിപൊളി ഗ്രോസറി സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഇൻകം പ്ലാനും കൂടി ഹൈൽ ഷോപ്പ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഹൈൽസിന്റെ വെയർ ഹൗസ് തുടങ്ങാനുള്ള അവസരം ഹൈൽ ഷോപ്പ് കൊടുക്കുന്നുണ്ട്. ഓരോ പിൻകോഡിലും ഓരോ വെയർ ഹൗസ് തുടങ്ങാനുള്ള അവസരമാണ് ഹൈൽ ഷോപ്പ് നമുക്ക് തരുന്നത്. അതിന് മിനിമം 5 lakh rupees ആണ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അതിൽ 2 lakh rupees ഫ്രാഞ്ചൈസി ചാർജ് ആണ്. ബാക്കി 3 lakhന് നമുക്ക് കമ്പനി പ്രൊഡക്ട്സ് ഇറക്കി തരും. പിന്നെ എത്ര എമൗണ്ട് ആണ് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് കമ്പനി വില കുറവിൽ പ്രൊഡക്ട്സ് തരും. നമ്മളൊരു വെയർ ഹൗസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കസ്റ്റമേഴ്സും ഫ്രീ ആണ്. അതും കൂടാതെ കസ്റ്റമേഴ്സ് വരുന്ന രീതി ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടും പിന്നെ പോരാത്തതിന് നമ്മുടെ സാധാരണ കസ്റ്റമേഴ്സ് അവിടെ പോയി പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സും അതും കൂടാതെ ഡിജിറ്റലായിട്ടും ഹൈൽ ഷോപ്പിലെ കസ്റ്റമേഴ്സാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിലേ ഒരു ബിസിനസ് മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ ഒരു പിൻകോഡ് എന്ന് പറയുന്നത് ഒരിക്കലും 100 മീറ്ററോ 200 മീറ്ററോ വരുന്ന പരിധിയല്ല. 5 കിലോമീറ്ററോളം വരുന്ന ചുറ്റളവിലുള്ള ആളുകൾ ഹൈൽ ഷോപ്പിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യും. ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ് ഹൈൽ ഷോപ്പിൽ വെയർ ഹൗസസിലൂടെ നമുക്ക് തരുന്നത്. വെയർ ഹൗസ് റെഫർ ചെയ്യുമ്പോഴും ഹൈൽ ഷോപ്പിൽ 5% റെഫറൽ കമ്മീഷൻ ആയിട്ടും 2% അവിടെ കിട്ടുന്ന എല്ലാ ബിസിനസ്സിൽ നിന്നും ഒരു 2% കമ്പനിക്ക് പ്രോഫിറ്റിൽ നിന്നും 2% റെഫർ ചെയ്യുന്ന ആളുകൾക്കും കമ്പനി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഹൈൽ ഷോപ്പിൽ വെയർ ഹൗസ്. എട്ടാമത് വന്നിട്ട് പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ അവസരം. ഞാൻ പലതവണ പറഞ്ഞു ഹൈൽ ഷോപ്പിൽ നമുക്ക് എന്ത് പ്രൊഡക്റ്റ് ഉണ്ടായിക്കോട്ടെ നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ ഹൈൽ ഷോപ്പിൽ സെല് ചെയ്യാൻ പറ്റും. അത് എന്തായിക്കോട്ടെ, പപ്പടമായാലും ശരി വലിയ സ്വർണ്ണ കൊട്ടാരമായാലും ശരി നിങ്ങൾക്ക് ഹൈൽ ഷോപ്പിലൂടെ വിൽക്കാൻ പറ്റുന്ന അവസരമുണ്ട്. ഇനി ഫ്യൂച്ചറിൽ എല്ലാ ഹൈൽ ഷോപ്പിൽ അവൈലബിൾ ആവും. ഒരു
പ്ലാറ്റ്ഫോമിൽ നമ്മൾ വെക്കുമ്പോൾ, ഒരു പ്ലാറ്റ്ഫോമിൽ നാളെ ഇന്ന് കേരളം മൊത്തം ഇത് ഇറങ്ങുമ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കുക, നാളെ ഇന്ത്യ മൊത്തം നമ്മുടെ പ്രൊഡക്റ്റ് സെയിലാവും. അപ്പോൾ നല്ലൊരു ബ്രാൻഡ് നമ്മൾ ഇപ്പോഴേ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വലിയൊരു അവസരം ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതാണ് ഓക്കെ. അപ്പോൾ 9, 10 നമ്മൾ ലാസ്റ്റിലെത്തി. 9ാമത്തെ അവസരം ഓഫേഴ്സ് ആണ്. ഓഫേഴ്സ് എന്ന് പറയുമ്പോൾ ഹൈറിച്ച് ഷോപ്പിയുടെ എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഹൈറിച്ച് ഷോപ്പിയുടെ ഫസ്റ്റ് ഓഫറിലെ കാൽച്ചിയറാണ് ഞാൻ എന്നുള്ളതാണ്. ഇതും ഞാൻ എന്നെ കൂടാതെ ബഷീർ സർ കണ്ണൂർ, അദ്ദേഹം ഞാൻ ഒരുമിച്ചായിരുന്നു ഫസ്റ്റ് കാൽച്ചിയർ. നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ ബൈക്ക് അച്ചീവേഴ്സും സ്റ്റാർട്ടിങ് ആയിട്ട്, അതിനുശേഷം ഇന്ന് 50-ലധികം കാർ അച്ചീവേഴ്സ്, അത് ഹൈറിച്ച് ഷോപ്പിയാണ് അതിന്റെ ഓരോ പേയ്മെന്റും കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഒരിക്കലും നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടല്ല ഹൈറിച്ച് ഷോപ്പിൽ ഓരോ കാർ അച്ചീവേഴ്സും വന്നിട്ടുള്ളത്. ഹൈറിച്ച് ഷോപ്പിയാണ് അതിന്റെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പേരിലാണ് വണ്ടി എന്നുള്ളതും ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കുക, ഓഫേഴ്സ്, റിവാർഡ്സ്, ഒരുപാട് ഓഫേഴ്സ് നമുക്ക് തരുന്നുണ്ട്. നെക്സ്റ്റ് ലാസ്റ്റ് വന്നിട്ട് 10ാമത്തത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. വേറെ ഒന്നുമല്ല, നമ്മൾ ഇത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ പരിചയമുള്ള ആളുകൾക്ക്, കുടുംബാംഗങ്ങൾക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്താനുള്ള അവസരം, ഇതാണ് ഏറ്റവും വലിയ അവസരം. കാരണം നമ്മൾ രക്ഷപ്പെടുക എന്നതിലല്ല, ഒരുപാട് ആളുകളെ, ആയിരക്കണക്കിനും 10,000-കണക്കിനും ലക്ഷക്കണക്കിന് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള അവസരം എനിക്കും നിങ്ങൾക്കും ഹൈറിച്ച് ഷോപ്പ് തരുന്നുണ്ട്. ഞാനും നിങ്ങളൊരു ബിസിനസ് സാധാരണ ട്രഡീഷണൽ ആയിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന സ്റ്റാഫുകളെയാണ് 10-15 സാലറിക്ക്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന അവസരം നാളെ കോടികൾ സമ്പാദിക്കാനുള്ള അവസരമാണ് ഹൈറിച്ച് ഷോപ്പിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ. കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. മാക്സിമം മെമ്പേഴ്സിലേക്ക് നമ്മൾ ഇത് പ്രൊമോട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഈ ഒരു അവസരം എനിക്ക് തന്നതിന്, എന്നെ പരിചയപ്പെടുത്തിയ ആൾക്കും സർവേശ്വരനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.